സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും തീവ്രമായി മഴ പെയ്തത് വയനാട് ജില്ലയിലെ മേപ്പാടി മേഖലയിലാണ്. മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്ത് മലവെള്ളപ്പാച്ചിൽ തുടരുകയാണ്. മേപ്പാടി ഭാഗത്തേക്കുള്ള വിനോദസഞ്ചാരം ജില്ലാ ഭരണകൂടം നിരോധിച്ചു. ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഷട്ടർ നാളെ രാവിലെ തുറക്കും. മേപ്പാടി വെള്ളരിമല വില്ലേജിലാണ് അതിതീവ്ര മഴ രേഖപ്പെടുത്തിയത്. കള്ളാടി, പുത്തുമല എന്നിവിടങ്ങളിൽ 202, 200 മില്ലിമീറ്റർ മഴ പെയ്തു. മേലെ മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്ത് 2019 ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് പുലർച്ചെ മലയിടിഞ്ഞു. ഇതോടെ ചൂരൽ മലപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ തുടരുകയാണ്. 2020 ഓഗസ്റ്റ് 7 2 വീട് ഫുള്ളായിട്ട് പോയി. ഭാഗികമായിട്ട് ഒരു വീട് നഷ്ടപ്പെട്ടു. അത് ഇതേ സ്ഥലമാണ്, സ്പോട്ടാണ്. പക്ഷേ ഇന്നലെ രാവിലെ 2:30 മുതൽ മഴ കനത്തു. ഈ വെള്ളം കയറുന്ന എല്ലാവർക്കും ഭീഷണിയായിരുന്നു, എല്ലാവർക്കും പേടി, എല്ലാവരും പരസ്പരം കരച്ചിലും പറച്ചിലും, വേറെ ആരും ഒന്നും പറയാനൊന്നുമില്ല, മാറ്റി താമസിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പരമാവധി വീടുകളൊക്കെ പോയി പറഞ്ഞു. ചില ആൾക്കാർ അവരെ വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ റിസോർട്ടുകൾക്ക് മാറ്റി, സാധാരണക്കാരൊക്കെ അതാത് വീടുകളിൽ തന്നെ കിടക്കും. പ്രദേശവാസികളെ 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു. മലയോരത്തുള്ളവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ പുത്തുമല ഇതിനടുത്ത മേഖലയാണ്. കള്ളാടിപ്പുഴയിലും നീരൊഴുക്ക് ശക്തം. ഇടവിട്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ മേപ്പാടി പ്രദേശത്തെ സാഹസിക വിനോദസഞ്ചാരത്തിന് നിരോധനമേർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഷട്ടർ നാളെ രാവിലെ 8 മണിക്ക് തുറക്കും. പ്രദേശവാസികളും പുഴയോരത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. സെക്കൻഡിൽ 8.5 ക്യൂബിക് മീറ്റർ ജലമാണ് അണക്കെട്ടിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കിക്കളയുക. 24 വയനാട്.